അല്ലെങ്കിൽ ഗോഡസിന്റെ ബ്ലെസ്സിങ്സ് എന്നാ പറയാറ്. അപ്പോ അമിതയ്ക്കും രാഹുലിനും കുറെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. സോ വിൽ വെൽക്കം ദം. We welcome our bride and groom, Amita and Rahul. அதிகாலத்தெழுന്നேற்று ஒன்னாய் கையும் கோர்த்து ஆரங்காவும் தேடி போகாம் அனுவாதம் தன்னால் ராவில் நின்றே பூமடியில் பைதல் போல நாமும் ഹലോ പറയാന്ന് പറഞ്ഞൊന്നുമില്ല. 2-3 വർഷമായിട്ട് പിള്ളേര് പുറത്തായിരുന്നു. അത് കാണാതിരിക്കുള്ള വിഷമം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതുള്ളൂ. പിന്നെ ഇപ്പൊ പിള്ളേര് വന്നപ്പോ വളരെ ഹാപ്പിയായി. ഇനിയിപ്പോ അവര് പോണ കാര്യം ആലോചിച്ചിട്ട് അതിനും വലിയൊരു ഇതുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് നല്ലൊരു ഇതാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ആയാലും ഞങ്ങളുടെ ഫാമിലി ആയാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിയും. എല്ലാ ദിവസവും എൻ്റെ മോളും മരുമോനും അവിടെ തന്നെയാണ്, ഇവരും അവിടെ തന്നെയാണ്. ഞങ്ങളെപ്പോഴും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും 3 പ്രാവശ്യം വിളിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ അവര് പോകുന്ന ഒരു ബുദ്ധിമുട്ടും കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഇപ്പൊ ഈ കല്യാണം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ശരി. ഇവരുടെ പ്രപ്പോസൽ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഇവര് 3 വർഷമായിട്ട് ഇതിലാണ് സ്നേഹത്തിലാണെന്നുള്ള ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇനി അവർ സന്തോഷകരമായിട്ട് ജീവിക്കുക, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് അമിതേനെ കുറെ കാലമായിട്ട് അറിയാം, ഒരു 4 years ആയിട്ട്. അപ്പോ അമിതയുടെ അമ്മ അവളെ കുഞ്ഞു പോലെ, അല്ല ഒരു 8 years ആയിട്ട്. അപ്പൊ അമിതയുടെ അമ്മ അവളെ കുഞ്ഞു പോലെ നോക്കാം. പിന്നെ അവൾക്ക് ഇടയ്ക്ക് വയ്യാണ്ടാകുമ്പോഴേക്കും ഇവിടെ നിന്ന് വരും അവിടെ കോളേജിൽ. അപ്പൊ പെട്ടെന്ന് അവള് വന്നു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അവൾക്ക് മാരേജ് റൊമാൻറ്റിക് എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും സങ്കടം തോന്നുന്നുണ്ടോ, വന്നപ്പോ തന്നെ അവളുടെ കൂടെ ടൈം കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് മാരേജ് ആയി. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ്. അവർ സന്തോഷമായിട്ട് ജീവിക്കുക. പിന്നെ എപ്പോഴും വിളിക്കും, ഈ പറഞ്ഞ പോലെ എപ്പോഴും വിളിക്കും. പിന്നെ നമ്മുടെ അടുത്തില്ലല്ലോ, ആ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. അച്ഛനോ ഇപ്പൊ എല്ലാ കാലവും തന്നെ വൈഫ് പറഞ്ഞു. മോള് പിന്നെ പിരിഞ്ഞിരിക്കുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ എന്നും വിളിക്കും. പിന്നെ മാരേജ് കഴിഞ്ഞ് ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും സെയിം സ്ഥലത്ത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണും. പിന്നെ വിളിക്കല് ഈ പറഞ്ഞ പോലെ 2-3 ദിവസത്തെ വിളിക്കുള്ളൂ. പിന്നെ തല്ലെന്ന് പറയാനായിട്ട് ഞങ്ങൾ പണ്ട് വഴി തല്ലിടും, ഇപ്പോഴും തല്ലിടാറുണ്ട്. ഈ പറഞ്ഞ പോലെ മെമ്മറീസ് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ തല്ല് തന്നെ, അത് തന്നെയാണ് എപ്പോഴുള്ള മെമ്മറീസ്. വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് ഇഷ്ടത്തിലാന്ന് പറയുന്നത്. നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. അതങ്ങനെ പറയുള്ളൂ. അപ്പൊ എല്ലാവരും മംഗളാശംസകളും വരുന്നു. അമിതയ്ക്കും അളിയനും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. ദൂരെ ഒരു മഴവില്ലിൻ നേഴാം വന്നപ്പോൾ തൂവൽ കവിളിടയിൽ നിൻ മായാലാവണ്യം എന്നൽ
ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും ഒരു മഴവില്ലിൻ മേളാവർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഒരു മഴവില്ലിൻ മേളാവർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം നിടവഴിയിൽ കാത്താളം സ്വരജതിയിൽ ഈ മൗനം വാചാരം സാധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി പാവുകളേകുന്ന ശാപമേഘങ്ങളും ആരാരുമേ തേടാത്ത നിന്നു നാം തേടും ആരാരുമേ കാണാത്ത രാജാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ പങ്കിടാം തീരങ്ങൾ തേടി ചിറകേറി പോയിടാം മധുരമൂറും തിരുനാളയിൽ പ്രിയ സമ്മതം കൂടുമോ അഴകാരി അഴിനീക്കി നീ ഇണയാകാൻ പോരുമോ കാലമാകുന്നതോടിയിൽ നമ്മളിന്തികാ ചേരവേ വീടി നീട്ടുന്നൊരായിരം ചാരവെണ്ണിലിന്നാകമേ പവിഴമഴകേ നീ പെയ്യുമായെന്നിവളെ നീ മൂടുമോ വെൺപനിമതി ഇവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ വെൺപനിമതി ഇവളിലെ നഗരങ്ങളെ വൈബിലിരിക്കുകയായിരിക്കും അല്ലേ? ഞാനാണ് ആങ്കർ എഴുതുന്നത്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി പോയി. വേറെ ഒന്നുമല്ല, നമുക്കറിയാലോ നമ്മുടെ ബൈപ്പാസിന്റെ വഴിയും മഴയും, അതേകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് തുടങ്ങാം. അപ്പൊ എന്റെ പേര് രേവതി, ഞാനും അമിതയും നിങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ വിളിക്കുന്നത് രാഹുൽ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് UK-ന്ന് ഒരുമിച്ച് അടുത്തത് നിന്ന ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ പിന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് 2-3 കൊല്ലമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ല രണ്ടുപേരും. അപ്പം ഇവര് ഈ കല്യാണം
പ്ലാൻ ചെയ്യുന്ന മുതൽ നമ്മൾ ഓരോ കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് മുന്നോട്ട് വേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവരുടെ ഒരു ഡ്രീം, അവരുടെ ഡ്രീം കം ട്രൂ എന്ന് നമുക്ക് പറയാം. അത് അവർ വിചാരിച്ച പോലെ അവരുടെ ഇവന്റ് ഓയിസ്റ്റർ ആയിട്ട് അവര് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്കൊരു സ്റ്റേജും അതേപോലെ ഡെക്കറേഷനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ആദ്യമായിട്ട് നമ്മുടെ ബ്രൈഡിന്റെ ഡാൻസ് കാണാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ ഡാൻസ് കാണാൻ വേണ്ടിട്ട്? ബ്രൈഡിന്റെയും ഫ്രണ്ടിന്റെയും കൂടിയാണ്. ഫ്രണ്ട് ആൻസി ആയിട്ടാണ് ബ്രൈഡ് കളിക്കുന്നത്. നമുക്ക് ഈ ഡാൻസിലേക്ക് പോവാം. Dhum dhum tanana dhum dhum agappa dhum dhum tanana dhira na 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 dhum dhum agasa ragda dhum da 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 dhira na 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 da dagda dhum da dagda dhum dagda dhum 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 da na 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 dhira na 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 dhum kirtana dhira na gama gama maga ma pa maga sa ni sa kirtana dhira na gama gama maga ma pa maga sa ni sa kirtana dhira na gama gama maga ma pa maga sa ni sa come now follow my lead come now follow my lead I'm in love with your body I'm in love with your body I'm in love with your body every day discovering something brand new I'm in love with the shape of you എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഗ്രൂമിനോട് ചോദിച്ചോക്കാം, നമ്മുടെ രാഹുലിനോട്, നിങ്ങളുടെയൊക്കെ കണ്ണനോട് ചോദിച്ചോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കണ്ണൻ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു അമിതന്റെ, അല്ലെങ്കിൽ കണ്ണന്റെ ആമിയുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ണൊന്ന് പറയൂ. അമിതയുടെ ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയണവർക്ക് എല്ലാവർക്കും അറിയാം. അവള് ചെറുപ്പം തൊട്ട് നല്ലോണം ഡാൻസ് കളിക്കുന്നതാണ്. സോ നല്ലോണം കളിക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഫ്രണ്ട് ആൻസിയിലും നല്ലോണം ഡാൻസ് കളിക്കുന്ന ആൾ തന്നെയാണ്. സോ നിങ്ങൾ കണ്ടുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് കളിച്ചത്. എനിക്കറിയാം നല്ലോണം കളിക്കും. ഇങ്ങനെ ഒഫീഷ്യലായിട്ടൊക്കെ സംസാരിക്കാൻ പഠിച്ച് രാഹുലിന്റെ അമ്മ ഇവിടെ ഇരിക്കുന്നു, രാഹുലിന്റെ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് കൈ ഒത്തിക്കോ ഉണ്ടെങ്കില്. അമ്മച്ചി എവിടെ? അമ്മച്ചി ഒന്നും മുന്നോട്ട് വരുമോ? എന്തൊക്കെയാണ്, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അമ്മ, എങ്ങനെയുണ്ട് ആമിയുടെ ഡാൻസ്? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. എങ്ങനെയുണ്ട് എല്ലാം? നമ്മൾ അറിയുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഇവിടെ ആരും ഇല്ല. ഇത് നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ മാത്രമേ കണ്ടാൽ മതി. അത് നമുക്ക് അവസ്ഥ ഒരുക്കി തന്നത് രാഹുലും അമിതയാണ്. അത് മാത്രം നമ്മൾ കണ്ടാൽ മതി. നമുക്ക് ഇന്നൊരു ചമ്മലോ ഒന്നും വേണ്ട. നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രം അടിച്ചു പൊളിക്കുക, ഇവർക്ക് നല്ലൊരു മെമ്മറി കൊടുക്കുക. അതാണ് നമ്മളിവിടെ കൂടിയത് മെയിൻ ഉദ്ദേശം, അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവരും മുന്നോട്ട് വന്ന് ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വരാം, നമുക്ക് സംസാരിക്കാം. നമുക്കൊരു ഇന്ററാക്ഷൻ ആയിട്ട് പോവാം. അല്ലാതെ ഒരുമാതിരി നമ്മൾ അങ്ങോട്ട് ഞാൻ മാത്രം സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ട് ആ ഒരു പരിപാടി നമുക്ക് വേണ്ട. നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് എല്ലാവരും മുന്നോട്ട് പോകും. അതല്ലേ നല്ലത്? കേൾക്കുന്നില്ല. ആ, അത് പറഞ്ഞെങ്കിൽ തോന്നുന്നു കണ്ണന്റെ ചേച്ചി ആളെന്ന് തോന്നുന്നു. കണ്ണൻ ചേച്ചി മുന്നോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. അമ്മ പോയിരുന്നോളൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം.
സ്വന്തം അനിയന്റെ കല്യാണം, പണ്ട് കളിക്കൂട്ടുകാരായി നടന്ന് സ്വന്തം അനിയന്റെ കല്യാണം ഇപ്പൊ ഒരു കല്യാണം എത്തി നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഈ ചെറുക്കനിപ്പോ കല്യാണമൊക്കെ പ്രായമായിരുന്നു, അത് ഇവന്റെ തന്നെയാണ് കല്യാണം എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു. ഒരു മാജിക് ഇതിലാണോ എന്ത് ചെയ്യും കണ്ണ് എന്ന് പറഞ്ഞ ആള് ഒരു ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാൻ അവനോട് പറഞ്ഞു, എടാ കണ്ണാ നിന്റെ കല്യാണം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അവൻ തന്നെ എനിക്ക് ചിലപ്പോ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോഴും സത്യം പറഞ്ഞാൽ തോന്നല്ല അവന്റെ കല്യാണമാണോ എനിക്കാണുള്ള കാര്യം. പക്ഷെ നമുക്കറിയാതെ കല്യാണമാണ്. എന്നാലൊരു ഇനി പറഞ്ഞ പോലെ ഈ സമയവും ഇതും പതുക്കെ പതുക്കെ പോണേന്ന് പ്രാർത്ഥിക്കും. എൻജോയ് ചെയ്ത് പതുക്കെ. അതുപോലെ നാളെ കല്യാണം അടിപൊളിയാണ്, മറ്റന്നാൾക്ക് റിസപ്ഷനും പോയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ വെയിറ്റിനുള്ള മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയാവണം, ഒക്കെ സെറ്റപ്പായിട്ട് അങ്ങനെ പോകണം. അങ്ങനെയൊക്കെ തന്നെ എന്തായാലും അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പായിട്ട് ജീവിക്കട്ടെ, പൊളിയായിട്ട് ജീവിക്കട്ടെ, അത്രയൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ വലിയൊരു കൈയോടെ നമുക്ക് നമ്മുടെ സ്വന്തം കണ്ണന്റെ സ്നേഹിക്കുട്ടി കൊടുക്കാം. എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ? ഉണ്ടോ? ഓക്കെ, ഫോൺ എടുത്തിട്ട് ബാറ്ററി പെർസെൻറ്റേജ് ഒന്ന് നോക്ക്, എത്രയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് ആർക്കാ ഏറ്റവും ലാസ്റ്റ് ബാറ്ററി പെർസെൻറ്റേജ്, അതായത് 10, 20, 30, 40 ഞാനും സീറോയിലായി ഓഫായി കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? പ്രയത്നം കൂട്ടാ ആരാണോട് പറഞ്ഞത് നിങ്ങൾ പറയാനുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാലോ ആരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ. അമിതേന്റെ ആണോ അല്ലെങ്കിൽ രാഹുലിന്റെ ഫാമിലിയോ? അവരുടെ അമിതേന്റെ സിസ്റ്ററിന്റെ ബാറ്ററി പെർസെന്റ് 20-നെക്കാൾ കുറവുള്ള ആരെങ്കിലും ഉണ്ടോ? 20-നെക്കാൾ കുറവുള്ള ഒരാളും കൂടെ ഇല്ല. അപ്പൊ ഐശ്വര്യ വരും, മുന്നോട്ട് വരും. ഇപ്പോ ബാറ്ററി പെർസെന്റേജ് ഇവളുടെ ആണ് കുറവ്, 28%. അപ്പൊ അവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, ചോക്ലേറ്റ്. അമിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമിതയുടെ അനിയത്തിക്ക് ഇത്രയും ബാറ്ററി പെർസെന്റേജ് കുറഞ്ഞതുകൊണ്ട് ഞാൻ അമിതയുടെ ബാറ്ററി പെർസെന്റേജ് കാണാറുണ്ട് എപ്പോഴും 5, 4, 1 ഓഫ് ആയി ഞാൻ കാണാറുണ്ട്. അതേപോലെ അനിയത്തിയും ഫോളോ ചെയ്യുന്നതിൽ അമിതയ്ക്ക് എന്ത് പറയാണ്ട് നോക്കാം. എന്റെ ആണല്ലോ അനിയത്തി, സോ ഇപ്പൊ 28 ഉണ്ട്. അപ്പൊ എന്റെ ഏജ് ആവുമ്പോ ചിലപ്പോ 0 തീരുമാനിക്കും. അത് കുട്ടിക്ക് ചാറ്റിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ല. ഇല്ല, ഇനി ഐശ്വര്യ പറയട്ടെ എന്താണെന്ന്. ഫോണിന്റെ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ ഫോണിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഇവിടെ ഐശ്വര്യന്റെ മാതാപിതാക്കൾ, അത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നത് കൺസിഡർ ചെയ്യാ, ഫോണിന് പ്രശ്നമുണ്ട്. അടുത്തിനി വേറെ നമുക്കിനി നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും വന്ന് എന്തെങ്കിലും കണ്ണെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അമിതനെ പറ്റിയിട്ടോ ആമീനെ പറ്റിയിട്ടോ എന്തെങ്കിലും അച്ചുവിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ചെറുപ്പത്തിലോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ണൻ അല്ലെങ്കിൽ അച്ചു എന്ന് മൈൻഡിലേക്ക് വരുമ്പോ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരിക? അത് ആ ചേച്ചി, ഈ ചേച്ചി ആരെ ഞാൻ ചോദിച്ചു നോക്കാം. ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അമിതയുടെ ചേച്ചി. കുറച്ചു മുൻപ് ഇവിടെ പാടിയിരുന്ന എൻ്റെ മോനായിരുന്നു. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്ക് അമിതയെ അറിയായിരുന്നു. ഒരു UKG ആ ഒരു ടൈമിങ് തൊട്ട് ഞാൻ അവളെ പഠിപ്പിക്കുന്നതായിരുന്നു. അന്ന് തൊട്ടുള്ള ആ ഒരു ബന്ധം ഇപ്പോഴും തന്നെ ആ ഒരു ക്ലാസ്സിൽ വരുന്നതിനപ്പുറത്ത് എൻ്റെ ഒരു അനിയത്തി, എൻ്റെ ഒരു മകളെ എന്ന് എല്ലാ രീതിയിലും പറയാം. പിന്നെ അന്ന് തൊട്ട് തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയോട് തന്നെ വളരെ നല്ല കുട്ടിയെന്ന് പറയാം. മുന്നോട്ടും ആ അടുക്കും ചിട്ടയും എല്ലാം നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അമിതയ്ക്ക് കംപ്ലൈന്റ് നല്ലത് പറഞ്ഞൂന്ന് ആരെങ്കിലും ചീത്ത പറയാനുണ്ടോ? നീ ആരുമില്ല. അമിത അത്രയും നല്ല കുട്ടിയായിരുന്നു. പിന്നെ രാഹുലേട്ടിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? രാഹുലേട്ടിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതവിടെ മുന്നിൽ ടീഷർട്ട് ആരോ കാണിക്കുന്നുണ്ട്. ഞാൻ വന്നേ രാവിലത്തെ പകരം വിട്ടാൻ വന്നേ. എന്താ പറയാനാ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചേട്ടായി എന്റെ അച്ഛന്റെ പെങ്ങളുടെ മോനാണ്.
ഞാൻ മാമന്റെ മോനാണ്, മൂത്തമ്മൻ. ചെറുപ്പം തൊട്ടേ ഭയങ്കര കണക്ഷനായിരുന്നു. എന്താ പറയാ, ഭയങ്കര കണ്ടുപിടുത്തക്കാരനാണ്. ദിലീപ് മാമനില്ലാത്ത വീട് കത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത്ര കാലം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും കടഞ്ഞാണ്ട് ഭയങ്കര ഇതൊക്കെയായിരുന്നു. മാമൻ എനിക്ക് പാവം കഷ്ടപ്പെട്ട് വീടൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. മാമൻ അറിഞ്ഞിട്ടില്ല. അതന്നെ, ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ പോയത്. അമേരിക്കയിൽ വലിയ ആൾക്കാരാണ് അല്ലേ. നമുക്ക് ഇവരെ ഒന്ന് നോട്ട് ചെയ്യും, എല്ലാരും നോട്ട് ചെയ്തു. ഇവിടെ എന്തെങ്കിലും കത്തലോ എന്തെങ്കിലും ഒക്കെ ഇത് കണ്ണൻ ചിലപ്പോ നല്ലതായിരിക്കും. കണ്ണൻ ഇതല്ലേ, ഗ്രൂമല്ലേ, ആരും എന്തെങ്കിലും അറിയൂലേ. അതിപ്പോ നിന്നെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കുക. നീ സൂക്ഷിച്ചാ. അപ്പൊ ഇവിടെ ഇവന്റ് ചെയ്ത ആൾക്കാർ സൂക്ഷിക്കാം. നിങ്ങളെ പന്തല് കത്തിയതോ അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടോ മോഷണം പോയാലോ ഒന്നും നമുക്കറിയില്ല. ഇവരെ നോക്കി വെച്ചാ. ഞാൻ ഉത്തരവാദിയല്ല. നമ്മളിപ്പോ രാഹുലിന്റെ അമ്മേനെ കണ്ടു, ചേച്ചീനെ കണ്ടു. നമ്മൾ രാഹുലിന്റെ അച്ചായ എവിടെ? ഇങ്ങോട്ട് മുന്നോട്ട് വരും. അച്ചായ ഇങ്ങോട്ട് മുന്നോട്ട് വരും. രാഹുലിനെ പറ്റി, കണ്ണനെ പറ്റി എന്താ പറയാനുള്ള? പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചെറുപ്പം മുതലേ തന്നെ വളരെ കുരുത്തക്കെട്ടേക്കനെ അല്ല, ചീത്ത കുട്ടിയായിരുന്നു. ചീത്ത കുട്ടിയല്ല, ഒരു ചെറുപ്പത്തിലേ തന്നെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് വേറെ കാര്യമുണ്ട്. ഞങ്ങൾക്ക് സൈലന്റ് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് ഇവൻ ME അല്ല മറ്റേ ഇവിടെ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികളൊക്കെ കൂടി ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഒരുപാട് സംസാരിക്കില്ല. കുറേശ്ശെ എന്തോ ചോദിച്ചാൽ എങ്ങനെ ഇരുന്ന് എന്തെങ്കിലും എഴുതലും കുത്തലും പിടിക്കലൊക്കെ എങ്ങനെയത്. പക്ഷെ ഞങ്ങൾ ഒരു ദിവസം എന്താ ആവശ്യത്തിന് പാരന്റ്സ് മീറ്റിങ്ങിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. ഇവൻ അവിടെ നമ്മൾ ആ പിള്ളേരോട് അവിടെ നിന്ന് വർത്താനം അതും ഇതും ഡാൻസും പാട്ടും അതും ഇതൊക്കെ ഞങ്ങള് എന്റെ മോൻ തന്നെയാണോ, എന്റെ വൈഫും കൂടി പറയും അല്ല ഞങ്ങളുടെ മോനാണോ ഇത് എന്താ ഞങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാ ശരിക്കും വീട്ടില് സൈലന്റ് ആണ്, പക്ഷെ പുറത്ത് നല്ല വൈലന്റ്. രണ്ടു പോകണ്ട രാഹുലിന്. രണ്ടു പോകാം. എനിക്കറിയാം രാഹുൽ സൈലന്റ് അല്ല. എനിക്കറിയാം രാഹുൽ സൈലന്റ് അല്ല. ഞങ്ങളുടെ മുമ്പിൽ അവൻ എപ്പോഴും സൈലന്റ് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കും. അത് ഇതൊക്കെ അഭിനയിക്കാൻ രാഹുൽ ഇപ്പൊ മനസ്സിലായില്ലേ? അതെ 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 അങ്ങനെയാണ്. രാഹുലിന്റെ ഡയലോഗ് എന്താ? സിംഗം അത് പറ രാഹുലെ. സിംഗം രാഹുലിന് പറയാൻ മടി. അപ്പൊ നമുക്ക് അമിത എന്താ പറയാൻ നോക്കാം. സിംഹം പതുങ്ങുന്നത് കുതിക്കാനാണ്. നമുക്ക് കുതിപ്പ് കാണാനായിട്ടോ അതിന് മുന്നോട്ട്. അത് ചെറുപ്പത്തിലേ തുടങ്ങിയ ഒരു പാട്ട് പോലെ അങ്ങനെ ഇങ്ങനെയുള്ള പടംവര അങ്ങനെ അതൊക്കെ ചെയ്യുമായിരുന്നു. എന്നെ പോലെ തന്നെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ മെക്കാനിക്കൽ കൂടുതലാണ്. എനിക്കും അതെ, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഇത് അവനെ കിട്ടി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ മോളൊക്കെ പാട്ട് പാടും. പക്ഷെ മോൻ പാടില്ല. നമുക്ക് രാവിലെ പാട്ട് കേട്ടോ. അല്ലാതെ ആൻസി പറഞ്ഞു, ആൻസിനെ കാണുന്നതാട്ടോ നമുക്ക് പാട്ട് കേട്ടോ. അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്, ഇതുവരെ പാട്ട് കേട്ടില്ല. അച്ഛൻ്റെ അമ്മ വരട്ടെ മുന്നോട്ട്. എന്താണ് അച്ഛനെ പറ്റിട്ട് ചോദിക്കാം, നമുക്ക് കണ്ണനെ പറ്റിട്ട് ചോദിക്കാം. ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് അച്ചുവിന്റെ അമ്മ. ഞാൻ കൊറേ സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ ഇപ്പഴാണ് കാണുന്നത്. അച്ചു കുഞ്ഞിലെ മുതല് ഇച്ചിരി കുസൃതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഇപ്പൊ വലുതായി അവളെ പുറത്തു പോയതിന് ശേഷം എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാൻ പഠിച്ചു. ഇല്ലെങ്കിൽ എല്ലാത്തിനും അമ്മ പുറകെ നിൽക്കണമായിരുന്നു. ഇപ്പം ഇടയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അപ്പം വിളിക്കും. പിന്നെ അങ്ങനെയുള്ള കാര്യമുണ്ട്. കൊച്ചിനെ കാണാതിരിക്കണേലും അവൾക്ക് എന്നെ കാണാത്തതിനൊക്കെ വിഷമമുണ്ട്. പിന്നെ മോൻ രാഹുലിനെ പരിചയപ്പെട്ട കാലം തൊട്ട് രാഹുല് ഒരു പതുങ്ങിയ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നണം. പക്ഷെ ഇടയ്ക്ക് ചിലപ്പോ വൈലന്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അടുത്ത വേറൊരു രാഹുലിന്റെ നമുക്ക് മനസ്സിലായി. രാഹുൽ അതൊക്കെ ഒന്ന് വയലന്റ് ആണ്. അതെ, സിംഹം പതുങ്ങി നിൽക്കുന്നത് വെറുതെ അല്ല. പിന്നെ എന്താന്നറിയില്ല, അതൊക്കെയുള്ളൂ. വേറെ കുഞ്ഞിലെ പോലെ നന്നായിട്ട് ഡാൻസ് കളിക്കും. അവളെ ചെറുപ്പത്തിലെ പോലെ ഡാൻസ് കളിപ്പിച്ച ടീച്ചറാണ് അവളുടെ ചേച്ചി. പിന്നെ അത് പോയതിന് ശേഷം ഡാൻസ് നിർത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഇനി അത് തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയാറുണ്ട് അവിടെ എങ്ങനെയെങ്കിലും ഒരു ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് പഠിപ്പിക്കുക എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ കുറേ കാലം കുഞ്ഞിനെ മുതൽ ഒരു 3-4 വയസ്സ് മുതൽ കൊണ്ടുനടക്കുകയാണ്. ഒരു 10-20 വയസ്സ് വരെ കൊണ്ടുനടന്നു. പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്.
ഇപ്പം അവൾക്ക് UK പോകണമെന്ന് ആഗ്രഹം വന്നു, പോയി. നമ്മൾ സപ്പോർട്ട് ചെയ്തു, ആള് പോയി. പിന്നെ നന്നായിട്ട് വരട്ടെ. കഴിയില്ല, അവര് തീരുമാനിക്കട്ടെ എന്താന്ന് വെച്ചാല്. അതെ അതെ, ഓക്കെ. അപ്പൊ നമുക്കൊരു പ്രൗഡ് മദറിനെയാണ് നമ്മളിവിടെ കണ്ടത്. സ്വന്തം മകളെ ഇത്രയും മാറിയതിന്റെ ഒരു സന്തോഷം, അതേപോലെ തന്നെ സ്വന്തം മകളുടെ ഏറ്റവും ഒരു അമ്മയ്ക്ക് ഒരു മകളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഒന്ന് പറയൂ, ആരെയൊക്കെ ഒന്ന് പറയൂ. ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു മോളുടെ കല്യാണം ഒരു അമ്മയുടെ വലിയ സ്വപ്നമാണ്. ഒരു മോളുടെ കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് വളരെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇത് നമ്മുടെ ഒരു യോഗമാണ്. അതൊക്കെ സംസാരിച്ചതാരാ? ഏത് നാം കേട്ട പോലില്ല. ഏതാണ് ആരാ പിന്നെ നാട്ടിൽ ഇരിക്കുന്നത്? നീ മോശമൊക്കെ കേട്ടില്ലാണ്ട് ഇപ്പൊ സംസാരിച്ചതാരാ? ആരില്ല, അതാരാണ് ഇരിക്കുന്നത്? അപ്പൊ മനസ്സിലായില്ല അച്ഛന്റെ വിദ്യയാണെന്ന്. ചേച്ചി പാട്ട് പാടും, പണ്ടേ പോലെ പഠിക്കണം. ഓ അതെ, പാട്ടുകാരി ആളാരാ? ഈ പുതിയ ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ആളെ പേര് പറയും. ആരാന്ന് പറയാം? ഗൗരീശങ്കർ ഏത് അച്ഛൻ്റെ ചേച്ചിന്റെ മോനാണ്, ഈ ചേച്ചിന്റെ മോനാണോ, അപ്പുറത്തെ ചേച്ചിന്റെ മോനാണ്? അച്ഛൻ്റെ ചേച്ചിന്റെ മോൻ ഗൗരീശങ്കർ പറയുന്നു ആമി പാട്ട് പാടും. ആർക്കെങ്കിലും അറിയായിരുന്നു അവിടെ ഇരിക്കുന്നത്? അത് നമ്മുടെ അച്ഛൻ്റെ ഏട്ടനാണല്ലോ അല്ലേ, കുട്ടുമല്ലേ? ആ അതെ. എന്താ പറയാ? അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും. ഞാനറിഞ്ഞില്ലല്ലോ. അവരുടെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, റൂംമേറ്റ് ആയിരുന്നു. കൊറേ ഇൻഫോർമേഷൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. കുറെ വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. കുറെ വർഷം പഠിക്കുന്നുണ്ടോ? കേട്ടോ? പാട്ടാരും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. നന്നായിട്ട് പാട്ട് പാടും. ചേച്ചിയെ പഠിക്കുന്നു. അതാ ഏതൊരു ആചാര്യനൊക്കെ വന്ന് പഠിപ്പിച്ചാത്ത അച്ചു പാട്ട് പാടുന്നത്. നമുക്കൊരു കാര്യം, ഇപ്പൊ തൽക്കാലം നമുക്ക് അച്ചുവിന്റെ ഡാൻസ് ആണ്. നമ്മൾ അച്ചുവിന്റെ ഡാൻസ് ആണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. നമുക്ക് ഈ ഡാൻസ് കണ്ടിട്ട് നമുക്ക് അച്ചുവിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. കാരണം നമ്മുടെ പുതിയൊരു ഇൻഫോർമേഷൻ ആണ്, നമ്മൾ കേൾക്കണ്ടേ? ആ കേൾക്കണം എന്ന് ചേട്ടൻ പറഞ്ഞു. ചേട്ടന്റെ ആഗ്രഹമായിരിക്കും സ്വന്തം അനിയത്തി പാട്ട് പാടുന്നത് കേൾക്കണം അല്ലേ? Oh,
അതെ നമ്മുടെ ബ്രൈഡിന്റെ ഗ്രൂമും ഡാൻസ് എല്ലാവരും നോക്കൂ, എല്ലാവരും കൈയടിക്കൂ, അവരെ പ്രോത്സാഹിപ്പിക്കൂ. ഫോക്കസ് ചെയ്ത് മേക്ക് പിടിക്കും. ആ സൈഡിലാണ് ഓക്കെ ഓക്കെ.
पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस होए दीवाने मेरा जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग घरबार मेरा तू ही संसार मेरा മോഹം മുത്തും തട്ടുന്നാഹം നോക്കി നിന്ന കണ്ണും കണ്ണും പിടിവിടക്കാലം പെണ്ണായ പെണ്ണിലുണ്ട് താളം പെണ്ണിന്റെ നടക്കി താളം പെൺപൂവിൻ ഇതളിലുണ്ട് താളം പെൺമോഹം അഴകി തഴുകി താളം ചിരിപ്പു താളം നടപ്പു താളം പെൺവഴക്കടിക്കാലതും താളം പെണ്ണോടിയും പെണ്ണോടിടയും
ഫ്രെയിമിലത് ഫ്രെയിമിൽ വരും. ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയോ? ஆடுறதுக்கு ஊரே ஆடுவேன், அதுக்கு ஒரு அடியை போட்டு விடுவோம். I'm
സൂപ്പർ അടിപൊളി ഡാൻസ് ആയിരുന്നു. വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ അപ്പൊ നമുക്ക് നാളെ അത് മതി, ഇന്നത്തേക്ക് അത് വേണ്ട. അത് എന്തോ പറയണ്ട രാഹുൽ. അപ്പൊ നമുക്ക് എന്താണെന്ന് അത് തന്നെ ഒന്നുമില്ല. ഞാനിതിപ്പോ നമ്മുടെ അമിത അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ഇത് കൊടുക്കും. അച്ഛൻ ഇത് ആർക്കാണോ ഇഷ്ടം അവരുടെ കഴുത്തിലിടുക. ഇത് ആരുടെ കഴുത്തിലാണോ ഇട്ടത് അവർ ഡാൻസ് കളിക്കുക. ഇപ്പൊ എക്സാമ്പിള് അമിത എന്റെ കഴുത്തിലിട്ട ആരും പോരുന്നത് നമ്മള് ഗേറ്റ് ലോക്ക് ചെയ്തു, നമുക്ക് ആർക്കും പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇത് അമിത ഫസ്റ്റ് കഴുത്തിലിടും. ഇത് അമിത എന്റെ കഴുത്തിലിട്ട ഞാൻ ഡാൻസ് കളിക്കണം. എന്റെ കഴുത്തിൽ ഞാൻ വേറെ ആരൊക്കെയുണ്ട്. ഞാൻ രാഹുലിന്റെ കഴുത്തിലിട്ട രാഹുൽ ഡാൻസ് കളിക്കും. ഇത് ഒരു ചെയിന് പോലെ ആരുടെ കഴുത്തിലാണോ ഇടുമ്പോൾ അവർ ഡാൻസ് കളിക്കാം. ഒരു ചെറിയൊരു 10 സെക്കൻഡ് നമ്മളിപ്പോ കളിച്ച പോലെ ഡാൻസ് കളിച്ചാൽ മതി. ആരും ഒന്ന് ഓടിപ്പോകരുത്. ഫുഡുണ്ട്, നമുക്ക് ഇത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഞാൻ അങ്ങനെ കയ്യിൽ കൊടുക്കാണ്. ഇവര് തമ്മിലൊരു ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആരെടുന്നേ എനിക്കെന്താ, ഞാനില്ല, നിങ്ങൾ തമ്മിൽ. നിനക്ക് എന്നെയാണോ ഇഷ്ടം? ആർക്കെങ്കിലും അമ്മ എന്താ പറയുന്നില്ലേ? ആരോടെന്തോ ഉണ്ട്.
അല്ലേ? ഹലോ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ വിഷ്ണു അതെ സിനിമയിലെ മോഹൻലാലും മമ്മൂട്ടി കളിക്കുന്ന മാതിരി മമ്മൂട്ടി കളിക്കുന്ന മാതിരി അത് കാരണം ഡാൻസ് കളിക്കുന്നത് ശരിയാവില്ല. ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും എന്താണ് അച്ഛനെ പറ്റി പറയാനുള്ളത് നോക്കാം. കാരണം നമ്മൾ ഡാഡി ലിറ്റിൽ പ്രിൻസസ് ഒക്കെ എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് ആണ് നമ്മുടെ അച്ചു. അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ പോലെ തന്നെ സ്വഭാവമാണ് അച്ഛനും. ചെറിയൊരു മുൻദേഷ്യം അത് പെട്ടെന്ന് മാറും. സ്നേഹമുള്ള കുട്ടിയാണ്. എന്നോട് കൂടുതൽ അടുപ്പമുണ്ട്. സ്നേഹം കൂടുതൽ എന്നോടാണ് അമ്മയെക്കാളും കൂടുതൽ. ഞങ്ങളുടെ പൊന്നോല പുത്രിയാണ്. ദേഷ്യം അച്ഛൻ്റെ സ്വഭാവത്തേക്കുള്ളതായിരിക്കും. അപ്പം തന്നെ മാറുകയും ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനോട് തന്നെയാണ്. എന്നോടും ഇഷ്ടമില്ലായിരുന്നില്ല, ഇഷ്ടമുണ്ട്. എൻ്റെ ചക്കരക്കുട്ടിയാണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ തൊട്ടറിയാം. എൻ്റെ അനിയത്തിയാണ്. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. നല്ല ഡാൻസുകാരിയാണ്, നല്ല പാട്ടുകാരിയും കൂടിയാണ്. നമുക്ക് അമിതയുടെ പാട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് അവസാനം എന്നാ പിന്നെ ഒരു കലാശക്കൊട്ടാവല്ലോ അല്ലെ. അപ്പൊ നമുക്ക്
അച്ഛൻ ഇതേപോലെ തന്നെ അച്ഛൻ്റെ ഒരു വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആളും കൂടി ഉണ്ട്. അച്ഛൻ്റെ അമ്മാമ്മ, തങ്കമ്മാമ എന്ന് പറയുന്ന അവരെവിടെ? കൊച്ചിന് നല്ല സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിനും അവ മുമ്പോട്ട് കഴിയുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്. കണ്ടെത്തി ഞാൻ 1000 താരങ്ങൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോ ആത്മാവിന്റെ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഒളിച്ചൊരു മോമെല്ലാം കള്ളത്തരങ്ങൾ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടേര മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴ
മിന്നൽ വാര കയ്യിലിട്ട പെണ്ണഴകേ എത്തിക്കോളാം എത്തുമില്ല മാറി നിലാണോ നീ. നമുക്ക് അടിപൊളി പാട്ട് കേട്ടു. ഇനി നമുക്ക് അടിപൊളി ഡാൻസ്. തൊട്ട് തൊട്ട് പാരടി തൊട്ട് പൂവടി